അപ്പോൾ തംബ്നെയിലിൽ കണ്ട കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഗസ് ചെയ്ത് കാണും. അപ്പോൾ ഗസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്, പറഞ്ഞില്ലേ പറ്റൂ അല്ലേ, ഗസ് ചെയ്തല്ലെങ്കിലും. അപ്പോൾ നമ്മളെ KLTN വ്ളോഗിൽ നമ്മളെ ഫാമിലിയിൽ പുതിയൊരാൾ വരാൻ പോവുകയാണ്. അത് ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കോ എന്ന കാര്യം അറിഞ്ഞൂടാ. പുള്ളി പുറത്ത് വരുമ്പോ അല്ലേ, ഈ ലോകത്ത് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ ബാഹുബലി മാസ് BGM അല്ലേ വരുമ്പോൾ അറിയാം അത് ബോയ് ആണോ ഗേൾ ആണെന്ന്. ഓക്കെ, അപ്പൊ ഇനി പറയാം. ഇത്രയും പറഞ്ഞില്ല, റിവീലായില്ലേ. അപ്പൊ ബാണി എന്റെ ഭാര്യ കൺസീവ് ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു 4 മാസം ആവറല്ലേ വാണി, 4 മാസം ആയിട്ടുണ്ട്. അപ്പോൾ വേറെന്ത് പറയാൻ, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. രണ്ടും ഒന്ന് തന്നെയല്ലേ. പിന്നെ എന്ത് പറയാൻ വാക്കുകളില്ല എന്ന് വേണം പറയേണ്ടത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് വീട്ടില്. കാരണം നമ്മള് വൈശൂട്ടി എത്ര വർഷം, കറക്റ്റ് 6 വയസ്സ് കഴിഞ്ഞില്ല വൈശൂട്ടിക്ക് 6 വയസ്സ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു കൊച്ചു ജനിക്കാൻ പോകുന്നത്. ഭയങ്കര വെയിറ്റിംഗിലാണ് ഇപ്പൊ എല്ലാവരും, എപ്പോൾ കാണാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ. വൈശൂട്ടി ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി കേട്ടാ, വരാൻ പോണ തമ്പി പാപ്പയാണെന്നുള്ളത്. തമ്പിയോ തങ്കച്ചി എന്തായാലും കുഴപ്പമില്ല, ജനിക്കാൻ പോകുന്ന കൊച്ച് നല്ല ആരോഗ്യത്തോടെ നല്ല ഓക്കെ ആയിട്ടല്ലേ, ഒരു കുഴപ്പമില്ല ജനിച്ചാൽ മതി. എത്ര നമുക്ക് ഏതായാലും സന്തോഷമാണ്. പെൺകൊച്ചാണെങ്കിൽ വൈശൂട്ടിയെ പോലെ വേറൊരു വൈശൂട്ടി 2.0, ആണാണെങ്കിൽ അത് ഡിഫറൻ്റ് ആയി. അപ്പൊ എന്ത് പറയാണ്ട്, നീയാണ് പറയേണ്ടത്, എന്തെങ്കിലും പറ. സത്യം പറഞ്ഞ ഈ കാര്യം നേരത്തെ റിവീൽ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇപ്പോഴത്തേക്കൊന്നും പറയണ്ട, ഒരു 4 മാസം പോയിട്ട് പറയാന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ 4 മാസം കറക്റ്റ് ആയല്ലോ, ഇനി പറയാലോ അല്ലേ. അപ്പൊ ഈ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റൂല, നീ വീട്ടിൽ കിടക്കണ്ട തന്നെ. കപ്പിൾ ട്രിപ്പ് ഒന്നും നീ പോകാൻ പറ്റൂല. ആരെങ്കിലും കപ്പിളിന് അവിടെ പോയി തപ്പാനി അല്ലേ, പെർമിഷൻ തന്നു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ. വ്ളോഗ് ആയിട്ടൊന്നും പറയണല്ല അല്ലെ, അല്ലെങ്കിൽ നുള്ളി എടുക്കോളൂ കയ്യില്. പറയോ നമുക്ക് വാണിയില്ലാതെ നടക്കില്ല കാര്യങ്ങളൊന്നും. വാണി ഉണ്ടെങ്കിൽ അല്ലേ, കംപ്ലീറ്റ് ടെക്നിക്കലായിട്ട് വാണിക്ക് എല്ലാ കാര്യം അറിയാം, ക്യാമറ എങ്ങനെ ആംഗിൾ വെക്കണമെന്നൊക്കെ. ശരി, ഇന്നത്തെ വ്ളോഗിൽ എന്താണ് സംഭവം കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ ഓക്കെ, എന്റെയാ വേറെ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ലൈവില് പറഞ്ഞ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് ആപ്പ് എന്താ പറയുമ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞു പോകും, ഇപ്പൊ ലാഗ് ആയിപ്പോ. ഇതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം കാണിച്ചാൽ മതിയല്ലോ. അതാണ് മെയിൻ റീസൺ. ഒരു ദിവസം ലൈവില് വരാം സൂപ്പറായിട്ട്. അപ്പൊ ഞാനും വാണിയായിട്ട് ട്രിപ്പ് ഒന്നും കാണൂല, ബൈക്ക് ട്രിപ്പ് ഒന്നും. പക്ഷെ വ്ളോഗ് ഉണ്ട്, വേറെ വെറൈറ്റി വ്ളോഗ് ഉണ്ട്, വരാൻ പോണതേ ഉള്ളൂ അല്ലേ. വളകാപ്പുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ ഡെലിവറി പോണ സമയത്ത് ഇതൊക്കെ ചെയ്യണ്ടേ വ്ളോഗ്, അതൊക്കെ ചെയ്യണ്ടേ, അതൊക്കെ രസമല്ലേ, അതല്ലേ രസമാണ്. നോക്കട്ടെ പറ്റുമെങ്കിൽ ചെയ്യാം, ഞാൻ ഉറപ്പ് പറയണില്ല. കാരണം ആ സമയത്ത് നമ്മളെ മൂഡ്, നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ പറയാൻ പറ്റില്ല. ഒരു വെപ്രാളം നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലേ, എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും. ആ സമയത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ വ്ളോഗ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്സ് എങ്കിലും ഇടാൻ നോക്കാം. അപ്പം എല്ലാം നല്ലപടി നടക്കണം കാര്യങ്ങളൊക്കെ, അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ ഫണ്ടൊക്കെ സെറ്റ് ചെയ്യാണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിന് സത്യം പറഞ്ഞാണ് മെയിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്ക്. ഇപ്പം പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിൽ ട്രാവലോ ചെയ്യുമായിരുന്നു, ഇപ്പം സമയമില്ല. കാരണം ചിലവുകൾ ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്യണം, ഏണിങ്സ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ പോലെ വീഡിയോസ് ഇപ്പോൾ ഇടുന്നില്ല, നല്ല കുറവുണ്ട് വീഡിയോയ്ക്ക്, അതെനിക്ക് തന്നെ അറിയാം സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാം ശരിയാവും അല്ലേ, നമ്മൾ ചെയ്യേണ്ട ജോലി കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളത് ദൈവവും നിങ്ങളും കൂടെ നിന്ന് എല്ലാം സെറ്റാക്കി തരും, ഇത്ര തന്നെ. പിന്നെ ഒരു പ്രൊമോഷൻ ഉള്ളത് പറഞ്ഞേക്കാം. ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എന്നെ. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ വണ്ടിയും നല്ല അഫോർഡബിൾ റേറ്റ് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പർ 8089529674 എന്ന നമ്പറിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് അയക്കാം. ഓക്കെ, പിന്നെ അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ കോൺടാക്ട് ചെയ്യുക, നല്ല അഫോർഡബിൾ റേറ്റ് ചെയ്തു തരാം. എല്ലാ കമ്പനി ഇൻഷുറൻസും ഉണ്ട് നമ്മളതിൽ. പിന്നെ ടേം ഇൻഷുറൻസ് ഉണ്ട്. പറ, നീയാണ് എന്റെ ആള്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്, യൂലിക് പ്ലാൻ ഉണ്ട്. രാത്രി ടാബ്ലറ്റ് കഴിച്ചു, ജലദോഷം ചെറിയൊരു ഗുളിക കഴിച്ചുകൊണ്ട് ചെറിയൊരു കിറുക്കമുണ്ട്, അല്ലാതെ പെട്ടെന്ന് ഇതിട്ട് പോവാം, വേറെ പറയാനില്ല. അപ്പൊ എല്ലാം നല്ല ഹൈ റിട്ടേൺസ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് നമ്മളെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി, അത് വിട്, പ്രൊമോഷൻ മാറ്റി പോയി, നമ്മളെ കാര്യത്തിലോട്ട് പോവാ. എന്ത് പറയാൻ വേണ്ടി നിനക്ക്, നിന്റെ ഫീലിങ്സ് ഇപ്പൊ എങ്ങനെയാണ്? നല്ല ക്ഷീണമുണ്ട്, ഛർദിൽ ഉണ്ട്, കുറവാണ്. തലവേദന, ഭയങ്കര തലവേദന. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്കാനിങ് എല്ലാം കഴിഞ്ഞായിരുന്നു, എല്ലാം ഓക്കെയാണ്, എല്ലാം കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ. ശരി, എന്തായാലും ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ഇതും അറിയിക്കണമെന്ന് തോന്നി. നിങ്ങൾ അറിയും എന്തായാലും. ഒരു 2 മാസം കൂടെ കഴിയുമ്പോ എനിക്ക് വയറൊക്കെ വരും, വന്നു കഴിയുമ്പോ നല്ല കാര്യങ്ങളൊക്കെ പറയണം, അറിയിക്കണ്ടവരൊക്കെ. വിഷമാവില്ലെങ്കിൽ അവര് പിന്നെ വീഡിയോ കാണൂല. അപ്പൊ പിന്നെ ശരി, അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നതിനെക്കാട്ടി നമ്മള് പറഞ്ഞേക്കാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ഓട്ടമാണ്, കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള ഓട്ടത്തിലാണ്. എനിക്ക് പഴയ പോലെ വ്ളോഗിലോട്ടൊരു ഫോം എടുക്കാൻ പറ്റില്ല. അതായത് സൊമാറ്റോ വ്ളോഗേ ചെയ്യാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ. കണ്ടന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, പഴയ പോലെ അല്ല. ഷോർട്സിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് പോകുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ആയാലും ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർ കുറവാണ്. എന്നാലും നമ്മൾ വിടാൻ പാടില്ല അല്ലേ, നമ്മളെ കഴിവ് ലോങ് വീഡിയോയിലാണ്. നമ്മൾ ഈ പോയ ആൾക്കാർ തിരിച്ചു കൊണ്ടുവരണം.
കൊണ്ടുവരണമെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് നമ്മൾ റെഡിയാക്കണം. ഇപ്പോൾ ലോങ് കണ്ടന്റ് കാര്യം കാണില്ലെന്ന് പറയല്ലേ, സിനിമാ തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന പടം 3 മണിക്കൂറാണ്, ഇരുന്ന് കാണില്ലേ, എന്തുകൊണ്ട്? അത്ര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട്. അതേപോലെ ഇൻട്രസ്റ്റിംഗ് നമ്മൾ കൊണ്ടുവരണം വ്ളോഗിൽ, അതാണ് നമ്മളെ കഴിവ്. അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ ഷോർട്സ് ചെയ്യണം, വേണ്ടെന്ന് പറയാനില്ല. ഷോർട്സ് വീഡിയോ ആർക്കും ചെയ്യാം, പക്ഷെ ലോങ് വീഡിയോ അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതിന് സ്കില്ല് വേണം, ആ സ്കില്ല് നമ്മളെ. അപ്പൊ സംഭവം കറണ്ട് പോയിട്ട് ഇപ്പൊ കറണ്ട് വന്നേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് കറണ്ട് പോയി. എന്തോന്ന് അത്രയാ? സ്കില്ലിന്റെ കാര്യം പറഞ്ഞപ്പോ കറണ്ട് പോയി. ദൈവത്തിനെ പിടിക്കില്ല നമ്മളെ സ്കില്ല്. എന്ത് ദൈവം കാണിക്കണം. പോതും തെരുമ്പ് ഇത് ചൂടല്ലേ കറണ്ട് പോയപ്പോ. അതായത് ഫാൻ എത്ര കൂട്ടിയിട്ട് പോലും ആ എന്താ പറയാ ചൂട് മാറില്ല, AC വേണം തോന്നിപ്പോയി. പിന്നെ കറണ്ട് പോയിട്ട് കറണ്ട് വന്ന സമയത്ത് ഈ ഫാൻ കറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഫാനാണ് സുഖം എന്നുള്ളത്. കണ്ട, അതല്ലേ പറയണത്, ഒരു പ്രശ്നം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ എന്തുമാത്രം ഹാപ്പി ആയിട്ടിരുന്നു എന്നുള്ള കാര്യം. അതാണ് ഇപ്പം ഈ ഫാൻ കറങ്ങിയ മനസ്സിലായത്. അപ്പോൾ AC-ക്കാൾ ഫാൻ കൊള്ളാം അല്ലേ? ഫാൻ ഇല്ലാത്തവർക്ക് ഫാനാണ് ഏറ്റവും വലുത്, ഫാൻ ഉള്ളവർക്ക് AC ആണ് വലുത്, AC ഉള്ളവർക്ക് അത്ര മതി, കൂടുതൽ പറയണ്ട, എല്ലാ കടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നും പറയാനില്ല. നമ്മളെ വീട്ടിൽ പുതിയൊരാൾ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ആ പുള്ളിക്ക് വേണം. ആ പുള്ളി വ്ളോഗ് ചെയ്യണമെങ്കിൽ ചുമ്മാ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അതിനെല്ലാവരും നിങ്ങൾ എല്ലാവരും ബ്ലെസ്സിങ് നമുക്ക് വേണം. ഇപ്പോഴും കാണുന്ന അറിയാം. വൈഷൂട്ടി കാണിച്ചില്ലല്ലോ. വൈഷൂട്ടി കാണിക്കാം, അത് പിന്നെ ഒരു വ്ളോഗിൽ കാണിക്കാം. വൈഷൂട്ടി പറയാനുള്ളത് നിങ്ങൾ കാണണ്ടേ, അത് രസമാണ്. വൈഷൂട്ടി പറഞ്ഞത് സമയം ഒരുപാടായി പോയി, അതുകൊണ്ടാണ് അവളെ സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചപ്പോഴേ വൈഷൂട്ടി നോക്കിയിട്ട് അളക്കണം, ഇത്ര ഉണ്ടാ സൈസ്. പ്ലേ സ്റ്റോറിൽ ആപ്പുണ്ട് ഹിലോഫി, ആ ആപ്പിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കും കൊച്ചിൻ്റെ, അതായത് ഓരോ ആഴ്ചയും എത്ര വളരുന്ന കാര്യങ്ങൾ കാണിക്കും. അതാണ് വൈഷൂട്ടി വൈഷുവിന്റെ ഇപ്പോഴത്തെ കറക്റ്റ് ആയിട്ടുള്ള ജോലി അതാണ്. എല്ലാ ദിവസവും നോക്കിയിട്ട് ഇന്ന് ഏത് സൈസായി, ഇന്ന് എത്ര വന്ന്, എന്ന് വരും, എപ്പോ വരും, നാരങ്ങ സൈസായ, ആപ്പിൾ സൈസായ, ഏത് സൈസാണ്. അവളാണ് എല്ലാവരുടെ അവളാണ് എത്തിക്കണം ഈ ന്യൂസ്. ഇവിടെ അപ്പേരടുത്ത് അമ്മേരത്തായാലും എൻ്റെ വീട്ടിലായാലും ഇത്ര സൈസിൽ ആൾ എത്തിയിട്ടുണ്ടെന്ന് അവളാണ് അറിയിക്കണം. ഞാൻ നോക്കിയില്ലെങ്കിൽ അവള് രാവിലെ എടുത്ത് നോക്കും ഫോണിൽ. അവളൊരു അമ്മയെ പോലെയാണല്ലേ ഇപ്പൊ വലിയ ഭയങ്കര അവളാണ് ഇപ്പൊ അമ്മച്ചിയാണ്. വലിയ ചുമതലയൊക്കെ വന്ന് ഭയങ്കര കാര്യം. അവള് സന്തോഷം കൊണ്ട് എപ്പോ വരണം, എപ്പോ വന്നാ കളിക്കണം എന്നുള്ള ഇതിൽ അവള് നോക്കിക്കൊണ്ടിരിക്കണം. വെയിറ്റിങ്, ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ കുറച്ച് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കളിച്ച് ഒറ്റയ്ക്കായിരുന്നോണ്ട് അവൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം വൈശൂട്ടി. നല്ലായിരിക്കും ട്രിപ്പ്. കൊച്ചൊന്ന് വളർന്നൊരു പരിവാകുമ്പോൾ അല്ലേ ഒരിടത്തും ട്രിപ്പൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ അങ്ങനെ ഞാൻ അത്രയ്ക്ക് തീരെ ആലോചിച്ചില്ല. പക്ഷെ അതിനൊരു വണ്ടി വേണം, കാറൊക്കെ വാങ്ങിക്കണം എന്നുള്ള പ്ലാനുണ്ട്. തീരെ വലുതായിട്ടൊക്കെ പോവാൻ നിന്ന് കഴിഞ്ഞാൽ വൈശൂട്ടി വലിയ പിള്ളേക്കൊണ്ടിരിക്കണം. അവൾക്ക് പഠിത്തം, സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈമിനകത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈം മാക്സിമം എൻജോയ് ചെയ്യാം. ഇപ്പോഴത്തേക്ക് കപ്പിൾ വ്ളോഗൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തേക്കല്ല, നമ്മൾ കപ്പിൾ വ്ളോഗ് ചെയ്തിട്ട് 5-6 മാസമായി. നമ്മൾ ഫെബ്രുവരിയിൽ എന്താണ് ലാസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഇല്ല, ആ ടൈമിൽ നമ്മൾ എന്നിട്ട് പൊക്കോണ്ടിരുന്നത്. ലാസ്റ്റ് ഞാൻ ജോലി നിർത്തിയ ടൈമിലുള്ള ആ വ്ളോഗാണ് ലാസ്റ്റ് കപ്പിൾ വ്ളോഗ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. പിന്നെ ഉള്ള പോലെ ചെയ്തോണ്ടിരുന്ന വീഡിയോസ് ഒക്കെ. വാണി എന്റെ മുമ്പായിട്ടൊരു പാട്ട് നല്ല പാടിയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, പാട്ട് പാടാനുള്ള അവസ്ഥയിലല്ല, എന്റെ മൂക്കും തൊണ്ടയും വായും ഒക്കെ. കൊച്ചകത്തുണ്ട്, അവക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു പാട്ട് പാടണം. നാളെ അവൻ അല്ലെങ്കിൽ അവൾ പുറത്ത് വരുമ്പോ ചോദിക്കും, വലിയതൊക്കെ ചോദിക്കൂല, മെമ്മറി ആയിരിക്കും അല്ലേ. വ്ളോഗ് ചെയ്ത് പാടിയില്ലോ ഞാൻ വയറ്റിരിക്കുന്ന സമയത്തൊക്കെ വളറിയിട്ടുണ്ടെന്ന് സത്യം പറയാം. എനിക്കൊരു ഉറക്കക്ഷീണം ഉണ്ടാണ്, എന്തെങ്കിലും വളറിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ലാഗ് കൊണ്ട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇപ്പം നല്ലൊരു ഇതിലായിരിക്കണത്. എന്താ പറയാ, രാത്രിയായില്ല, കറണ്ട് പോയപ്പോൾ 10-20 മിനിറ്റ് വെറുതെ വേസ്റ്റ് ആയിപ്പോയി അല്ലേ. അതുപോലെ നേരത്തെ ഉറങ്ങണം അവർക്ക്. എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം, നാളെ കുറച്ച് ജോലി കൊണ്ട്. നാളെ കഴിച്ചിട്ട് എഡിറ്റിംഗ് ഉണ്ട്. പെട്ടെന്ന് എന്ത് ജോലി ചോദിക്കുമ്പോഴേ മൈൻഡിൽ പറഞ്ഞില്ല. അപ്പൊ ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. കാലയിൽ ദിനമും കൺവിഴിത്താൽ. ആ പാട്ട് നല്ല ചുമ്മാ ഇരിക്കട്ടെ തന്നെ അല്ലേ. പെട്ടെന്ന് പാടുമ്പോൾ വോയിസ് ഒക്കെ മാറും, അങ്ങനെയാണ്. ഇതൊക്കെ എന്ത് പാടി നോക്കാം, വർക്കൗട്ട് ആയെങ്കിൽ ഇടാം, അത്ര തന്നെ. നിറൈമാത നിലവേവാ, ശരിയല്ല, നിറൈമാത നിലവേവാവാ നടൈപോട് മെതുവാ മെതുവാ നിലവേവാവാ തടൈപോട്. അത് പയ്യെ പാടുമ്പോൾ പറ്റാ പറഞ്ഞു, നമ്മൾ ഹൈപ്പിച്ചിലോട് വരല്ലേ വേണ്ട. അപ്പോൾ പാട്ടൊന്നുമില്ല, കാരണം ഈ സമയത്ത് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിഞ്ചാവും, ചിലപ്പോൾ പാട്ട് ബോറായി പോകും. പാട്ട് ബോറായി ക്രിഞ്ചായി പോകും, വേണ്ട, അതങ്ങ് മാറ്റിയതരാം. അപ്പോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ആണോ താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ തോന്നുന്നില്ല, കുറേ എന്തെങ്കിലും പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ഇനി ഒരു ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വ്ളോഗിൽ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ,
എന്തോടെ പറയണമുണ്ടായിരുന്നു, എന്താ പെട്ടെന്ന് മൈൻഡിൽ വരണില്ല. എന്ത് പറയാൻ. ശരി, ഓക്കെ. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഓരോറ്റ ലൈഫേ ഉള്ളൂ. പറ ഞാൻ കേട്ടു. എല്ലാ പേജി കട്ടക്ക് നിൽക്കണം. പറ കട്ടക്ക് നിൽക്കണം. ഇവിടെ നോക്കിയാൽ അവള് ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവൾ ഇത് കേട്ടാണ് പറഞ്ഞല്ലേ, അവളെന്ന് പറഞ്ഞു വായിക്കാത്തത്. ശരി, അവളെ അറിയില്ല. അവള് നമ്മളൊക്കെ മൊബൈൽ ഫോൺ കൈ കിട്ടിയത് തന്നെ എത്ര, ഒരു 15-16 വയസ്സിൽ സംതിങ് ആണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ജനിക്കുമ്പോഴേ അല്ലേ വ്ളോഗ്, റീൽസ്, മൊബൈൽ ഫോൺ, ഫുൾ ടെക്നോളജി കൈ വരികയാണ്. അപ്പോൾ നല്ലപോലെ യൂസ് ചെയ്താൽ അല്ലേ ഒരു ആപത്തും ഇല്ലാതെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഇത് കഴിഞ്ഞ് നല്ല ഇരിക്കട്ടെ. ടാറ്റ, ബൈ ബൈ, സീ യു.